എല്ലാവർക്കും നമസ്കാരം. 2026 വ്യാഴമാറ്റ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വർഷത്തെ വ്യാഴമാറ്റത്തെ നമുക്ക് 2 ഘട്ടങ്ങളായി തിരിക്കാം. കാരണം 2026 ജൂൺ 2-ാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുന്നുണ്ട് എങ്കിലും അവിടെ അധികകാലം നിൽക്കാതെ 2026 ഒക്ടോബർ 31-ന് അതിചാരമായി ചിങ്ങം രാശിയിലേക്ക് മാറും. അതിനുശേഷം 2027 ജനുവരി 25-ന് വക്രഗതിയിൽ വീണ്ടും കർക്കിടകം രാശിയിലേക്ക് തിരികെ വരികയും 2027 ജൂൺ 26 വരെ അവിടെ തുടരുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ വക്രഗതിയും ഉച്ചസ്ഥിതിയും അതിചാരവുമെല്ലാം മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള ചിങ്ങക്കുറുകാർക്ക് നൽകാൻ പോകുന്ന ഫലങ്ങളെക്കുറിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഷ്ടമശനിയുടെ ദോഷങ്ങൾക്കിടയിൽ 12-ാം ഭാവത്തിലേക്കും ജന്മരാശിയിലേക്കും വ്യാഴം മാറുന്നത് മൂലം ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണിത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി വ്യാഴം 11-ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്നതിനാൽ ഒരു വശം അഷ്ടമശനിയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മറുവശം ചില നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കാണും. 2026 ജൂൺ 2-ാം തീയതി വ്യാഴം 12-ാം ഭാവമായ കർക്കിടകത്തിലേക്ക് മാറുന്നതോടെ സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ സംഭവിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണെങ്കിലും അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. 2026 ഒക്ടോബർ 31-ാം തീയതി വ്യാഴം അതിചാരമായി ജന്മരാശിയായ ചിങ്ങത്തിലേക്ക് മാറുന്നതോടെ ജീവിതത്തിൽ വലിയ ചില വഴിത്തിരിവുകൾ ഉണ്ടാകും. ജന്മവ്യാഴം പൊതുവെ ചില ബുദ്ധിമുട്ടുകൾ തരുമെങ്കിലും നിങ്ങളുടെ വ്യക്തിത്വവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന സമയമാണിത്. ജന്മരാശിയിൽ വ്യാഴം നിൽക്കുന്നതിനാൽ സമൂഹത്തിൽ അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കും. ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ കഠിനാധ്വാനം വേണ്ടിവരും. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല കോളേജുകളിൽ പ്രവേശനം ലഭിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അല്പം കാലതാമസം നേരിട്ടാലും നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ ഇരട്ടിക്കും. മേലധികാരികളിൽ നിന്ന് പിന്തുണ ലഭിക്കുമെങ്കിലും സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനും സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി സംബന്ധമായ യാത്രകൾ കൂടുതലായി വേണ്ടിവരും. അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ്, പൊളിറ്റിക്സ് എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും പദവികളും ലഭിക്കും. വിവാഹപ്രായമായവർക്ക് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാൻ അല്പം കാലതാമസം വന്നേക്കാം. ബിസിനസ് ചെയ്യുന്നവർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. പെട്ടെന്നുള്ള ലാഭത്തേക്കാൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് ഈ സമയം നല്ലതാണ്. മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് ബിസിനസ് പങ്കാളികളാക്കുന്നത് ഒഴിവാക്കുക. വ്യാഴം ജന്മരാശിയിൽ നിന്ന് 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സന്താനങ്ങൾ മുഖേന സന്തോഷം ലഭിക്കുകയും കുട്ടികളുടെ കാര്യത്തിലുള്ള നിങ്ങളുടെ ആശങ്കകൾ മാറുകയും ചെയ്യും. കൂടാതെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും പങ്കാളിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്യും. ഭാഗ്യം പല രൂപത്തിലും നിങ്ങളെ തേടിയെത്തും. പിതാവിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകും. ദൈവാനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാകും. 2027 ജനുവരി അവസാനം മുതൽ വ്യാഴം വക്രഗതിയിൽ 12-ാം ഭാവത്തിലേക്ക് തിരികെ പോകുന്നതിനാൽ ചെലവുകൾ വർദ്ധിക്കാനും ഉറക്കമില്ലായ്മയോ മാനസിക സമ്മർദ്ദങ്ങളോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നീട് വ്യാഴം പൂർണ്ണമായും ജന്മരാശിയിലേക്ക് മാറുന്നതോടെ ഈ പ്രശ്നങ്ങൾ മാറി മനസ്സിന് സമാധാനം ലഭിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ അഷ്ടമശനിയുടെ കാലഘട്ടം കൂടിയാണ് നടക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ഡോക്ടറെ കാണാൻ മടിക്കരുത്. വരവിനേക്കാൾ ചെലവ് കൂടുന്ന സമയമായതിനാൽ പണം വളരെ ശ്രദ്ധിച്ച് മാത്രം ചിലവാക്കുക. ആർക്കും ജാമ്യം നിൽക്കുകയോ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന വ്യാഴമാറ്റത്തിന് ശേഷം ചിങ്ങക്കുറുകാർക്ക് ആത്മീയപരമായ വലിയ വളർച്ചയും പുതിയ ചുമതലകളും കുടുംബത്തിൽ സമാധാനവും ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങക്കുറി ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കന്നിക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.